കമ്പ്യൂട്ടർ സയൻസിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 3 ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്നുള്ളതാണ്. ഇതൊരു ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കുറേ തിയറിയും കുറേ പ്രോഗ്രാം സൈഡും ഉണ്ട്. പ്രോഗ്രാമിൻ്റെ അകത്ത് മെയിനായിട്ടും കുറേ അൽഗോരിതം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചത് സ്ട്രക്ചേഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം അറേസ് എന്നുള്ളതും പഠിച്ചു. അവിടെ എല്ലാം നമ്മൾ കണ്ടത് ഡേറ്റയെ നമുക്ക് ഓർഗനൈസ് ചെയ്യുകയാണ്, പല വ്യത്യസ്ത രീതിയിൽ ഓർഗനൈസ് ചെയ്യുകയാണ്. നമ്മൾ അറേക്കകത്താണെന്നുണ്ടെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ ആയിരുന്നു. അറേക്കകത്തെ എല്ലാം ഒരു ഹോമോജീനിയസ് ഡേറ്റ എന്ന് പറയും, അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ ആയിരുന്നു. നമ്മൾ ഓർക്കുന്നുണ്ട് ഇൻഡ് ആണെങ്കിൽ എല്ലാം ഇൻഡ് ആണ്. എന്നാൽ സ്ട്രക്ചർ വന്നപ്പോഴത്തേന് ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അറേ ഈസ് എ കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ടൈപ്പ് ഓഫ് ഡേറ്റ, വേറെ സ്ട്രക്ചർ ക്യാൻ ബി കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ. എന്നാൽ നമുക്ക് പ്രോഗ്രാമിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ഉള്ള ഈ ഡേറ്റയെ പല വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ട് വരും, പല ഗ്രൂപ്പുകളായിട്ട്. അപ്പോൾ നമുക്ക് ആ ഗ്രൂപ്പ് എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയെ ആസ്പദമാക്കിയായിരിക്കും. അതിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡേറ്റ സ്ട്രക്ചർ എന്താണ്, നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് തന്നെ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്നാണ്. സോ വാട്ട് ഈസ് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ഡേറ്റ സ്ട്രക്ചർ, അതാണ് ഡെഫിനിഷൻ നമ്മൾ ഇന്ന് ആദ്യം പഠിക്കേണ്ടത്. നമുക്കറിയാം ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, ഡേറ്റ എന്താണെന്ന് നമുക്കറിയാം. ഇവിടെ നോക്കുക, കുറേ എലമെന്റ്സ് അടുക്കി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറേ എലമെന്റ്സിന്റെ ഒരു കളക്ഷനാണ്. ഫസ്റ്റ് വൺ കളക്ഷൻ ഓഫ് ടോയ്സ്. അത് നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിനൊരു പർട്ടിക്കുലർ ഓർഡർ ഒന്നുമില്ല, കുറേ ടോയ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ കളക്ഷൻ ഓഫ് പ്ലേറ്റ്സ് ആണ്. നിങ്ങൾ ആ പ്ലേറ്റ്സിന്റെ നിങ്ങളത് നോക്കിയാൽ അറിയാം, നമ്മൾ അടുക്കളയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റുകൾ വെക്കുന്ന സ്റ്റാൻഡാണ്. ഇതിന് ചില ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ഈ സ്റ്റാൻഡിന്റെ ഈ പ്ലേറ്റ് വെക്കാവുന്നതിന്റെ എണ്ണം 10 ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പ്ലേറ്റുകളുടെ എണ്ണം 10 ആയിരിക്കും. ഇതിൻ്റെ അകത്ത് സ്പേസ് എവിടെയൊക്കെ ഫ്രീ ഉണ്ടോ അവിടെയൊക്കെ വേണം നമുക്ക് പ്ലേറ്റ് വെക്കാം. നമുക്ക് ഇന്ന പൊസിഷനിൽ വെക്കണമെന്നൊന്നുമില്ല. നമുക്കിപ്പോൾ 5ാമത്തെ പൊസിഷനും 6ാമത്തെ പൊസിഷനും 10ാമത്തെ പൊസിഷനും ഫ്രീ ആണെങ്കിൽ നമുക്ക് ആ ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഒരു പ്ലേറ്റ് വെക്കാം. ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിന്ന് നമുക്കൊരു പ്ലേറ്റ് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളിത് പഠിച്ച ഒരു കൺസെപ്റ്റുമായിട്ട് വളരെ സിമിലർ ആണ്. അത് അറേസ് ആണ്. നമുക്കറിയാം അറേക്ക് ഒരു ഡെഫിനറ്റ് ഒരു സൈസ് ഉണ്ട്. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിന് 10 പ്ലേറ്റ് വെക്കാമെങ്കിൽ ഈ അറേ ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ സൈസ് 10 ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എലമെന്റ്സ് എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് റിട്രീവ് ചെയ്യുകയും ചെയ്യാം. അടുത്തത് സി ഡി പായ്ക്കുകൾ വെക്കുന്ന ഒരു കേസ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്കറിയാം, നിങ്ങൾ ഇങ്ങനത്തെ ഈ സി ഡി പായ്ക്ക് വെക്കുന്ന ഈ കേസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ അകത്തും ഒരു സൈസിന് ലിമിറ്റേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് 25 സി ഡി വെക്കുന്ന കേസ്, അല്ലെങ്കിൽ 50 സി ഡി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കേസ്. ഇതിൻ്റെ അകത്തൊരു കാര്യം നമുക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം, സി ഡി ആദ്യം വെക്കുന്ന സി ഡി ആയിരിക്കും അവസാനം എടുക്കുന്നത്. ശരിയാണല്ലോ. ഇതിൻ്റെ അകത്തേക്ക് നമ്മളൊരു സി ഡി ഇങ്ങനെ വെക്കുവാണെങ്കിൽ അതിങ്ങനെ അടുക്കി അടുക്കി വെച്ച് കഴിഞ്ഞിട്ടത്തേന് പുതിയ സി ഡി എല്ലാം ഏറ്റവും മുകളിലായിരിക്കും ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനം ആഡ് ചെയ്ത, അതായത് മുകളിലാണ്, അതാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു രീതിയിൽ ഓർഗനൈസ് ചെയ്തിരിക്കും. എങ്ങനെയാണ് പല വ്യത്യസ്തമായ രീതിയിൽ ഡേറ്റ ഓർഗനൈസ് ചെയ്യുന്നതെന്ന് നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിളിൽ കാണുവാണ്. അടുത്തത് രണ്ടും ക്യൂസ് ആണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ക്യൂ നിൽക്കുന്നു, ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ആണ്, അതിൻ്റെ അകത്തും ക്യൂ ഉണ്ട്. ഇതിൻ്റെ അകത്ത് അറിയാം, നമുക്കറിയാം ആദ്യം വന്ന ആളായിരിക്കും ആദ്യം പോകുന്നത്. ഇവിടെ ആയിരുന്നെങ്കിലോ സി ഡി പൈക്കിൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു, ആദ്യം വന്നയാൾ അവസാനം പോകും. ഈ സി ഡി ഫസ്റ്റ് സി ഡി ഏറ്റവും താഴെ ആയിരിക്കും, ബാക്കി എല്ലാ സി ഡിയും മാറി കഴിഞ്ഞിട്ട് അതിന് പോകാൻ പറ്റും. എന്നാൽ ക്യൂവിൽ അങ്ങനെയല്ല. ക്യൂവിൽ ഫസ്റ്റ് വന്ന ആൾക്ക് ആയിരിക്കും പ്രിഫറൻസ്. ഫസ്റ്റ് വന്ന ആൾ ക്യൂവിൽ നിന്ന് വെളിയിൽ പോകും. പിന്നീട് പുതുതായിട്ട് ആഡ് ചെയ്യുന്ന എല്ലാം ക്യൂവിന്റെ ബാക്കിലേക്ക്, ഇങ്ങനെ പുറകിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഈ ഓട്ടോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോ ഫ്രണ്ടിലേക്ക് വരും, ഇതിന്റെ പുറകിലായിരിക്കും പുതിയൊരു ഓട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വന്നയാൾ ആദ്യം പോകുന്നു. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് വേസ് ഓഫ് ഗ്രൂപ്പിംഗ്, അല്ലെ ഡിഫറെന്റ് വേസ് ഓഫ് ഓർഗനൈസിങ് എലമെന്റ്സ്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ആദ്യത്തെ ഭാഗം, അതായത് കളക്ഷൻ ഓഫ് ടോയ്സ് എന്ന് പറയുന്ന അതിന്റെ ഭാഗം നോക്കണ്ട, ബാക്കിയെല്ലാം നമുക്ക് ഡേറ്റ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്യാം. നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുമായിട്ട്, അതായത് കളക്ഷൻ ഓഫ് പ്ലേറ്റ്സ്, സി ഡി പൈക്ക് ആൻഡ് ഓഫ് കോഴ്സ് ക്യൂസ്. അപ്പൊ നോക്കുക, ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് നോക്കാം. ഡേറ്റ സ്ട്രക്ചറിന്റെ അകത്ത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്, നമ്മൾ പിന്നെ
ഫസ്റ്റ് ഇയറിൽ പഠിച്ച അറേ അല്ലെങ്കിൽ സ്ട്രക്ചറുമായിട്ടൊക്കെ ഇത് വളരെ എന്താ പറയുക സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡേറ്റ സ്ട്രക്ചർ ഡെഫിനേഷൻ കാണാൻ പഠിക്കണം. ഇറ്റ്സ് എ പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് സിമിലർ ഓർ ഡിസിമിലർ ലോജിക്കലി റിലേറ്റഡ് ഡേറ്റ ഐറ്റംസ് വിച്ച് ക്യാൻ ബി പ്രോസസ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. സോ ഡേറ്റ സ്ട്രക്ചർ ഈസ് എ പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് സിമിലർ ഐറ്റംസ്. സിമിലർ ആയിട്ടുള്ളതും ആകാം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളതും ആകാം. നമ്മളിവിടെ ഈ പ്ലേറ്റിന്റെ എക്സാമ്പിൾ എടുത്ത് നോക്കിക്കറിയാം. ഇതിന്റെ അകത്ത് എല്ലാ പ്ലേറ്റും ഒരേ സൈസ് ആകണമെന്നില്ല, വ്യത്യസ്തമായിട്ടുള്ള പ്ലേറ്റുകളാകാം. അതുപോലെ തന്നെ ക്യൂ നിൽക്കുന്ന ആൾ ഒരേ ഹൈറ്റ് ഉള്ളവരല്ല, വ്യത്യസ്ത ഹൈറ്റ് ഉള്ളവരുണ്ട്. അപ്പം സിമിലർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡിസിമിലർ ആയിട്ടുള്ളതോ, പക്ഷെ അത് ലോജിക്കലി റിലേറ്റഡ് ആയിരിക്കണം. നമുക്കൊരു ക്യൂ എടുക്കാം. ഈ ക്യൂ ഉദാഹരണത്തിന് നമ്മുടെ സ്കൂളില് പിന്നെ ലാബിലേക്ക് കയറാൻ നിൽക്കുന്ന കുട്ടികളാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ലാബ് ഒരു പെർട്ടിക്കുലർ ക്ലാസിന്റെ ആ ക്ലാസ് ആയിട്ട് ഇവർക്കെല്ലാം ആ ക്ലാസ്സുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് സിമിലർ ഓർ ഡിസിമിലർ പിന്നെ ലോജിക്കലി റിലേറ്റഡ് ഡേറ്റ ഐറ്റംസ് വിച്ച് ക്യാൻ ബി പ്രോസസ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. അപ്പൊ നോക്കുക, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ഗ്രൂപ്പിനെ നമ്മൾ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനെ നമുക്കൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതാണ് ഡേറ്റ സ്ട്രക്ചറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക, പ്രോസസ്സിംഗ് ഓഫ് ഗ്രൂപ്പ് ആസ് എ സിംഗിൾ യൂണിറ്റ്. നമുക്കൊരു ഗ്രൂപ്പിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നോക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സ്. ഡേറ്റ സ്ട്രക്ചേഴ്സിനെ പ്രധാനമായിട്ടും രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് data structures ഉണ്ട്. First one is simple data structures and second one is compound data structures. സിമ്പിൾ ഡേറ്റ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ അറിയാം. അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് അറേസ്, നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചു. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്ട്രക്ചർ, അത് ഈ വർഷം ഫസ്റ്റ് ചാപ്റ്ററും പഠിച്ചു. അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷൻ നമ്മൾ പഠിച്ചതാണ്. അതായത് ഡേറ്റ സ്ട്രക്ചർ തന്നെ അതിൻ്റെ അകത്ത് സിമ്പിൾ ഡേറ്റ സ്ട്രക്ചർ. കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചർ ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ലീനിയർ ഓർ നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സ്. So compound data structure, അതിന് ടു ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലീനിയർ. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സീക്വൻഷ്യൽ ഒരു ഓർഡർ കാണും. നമുക്ക് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞേക്കുന്ന ക്യൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ CD വെച്ചിരിക്കുന്ന എക്സാമ്പിൾ കണ്ടു, അതിനൊക്കെ ഒരു ഓർഡർ ഉണ്ട്. അല്ല നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പം ഈ ലീനിയർ ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ നോൺ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഓർഡർ ഒന്നുമില്ല. അതിന്റെ എക്സാമ്പിൾ ട്രീയും ഗ്രാഫും ആണ്. അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഹയർ ക്ലാസ്സുകൾ, കമ്പ്യൂട്ടർ സയൻസിന്റെ ഹയർ ക്ലാസ്സുകളിലൊക്കെ വരുമ്പോഴേ നമ്മൾ ഈ ട്രീ ഗ്രാഫ് എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ പോയിന്റ്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ. നമുക്കിപ്പം പഠിക്കേണ്ടത് നമ്മൾ ഈ ഡേറ്റ സ്ട്രക്ചറിന്റെ അകത്ത് സിമ്പിൾ ഡേറ്റ സ്ട്രക്ചർ, അറേയും സ്ട്രക്ചറും കഴിഞ്ഞു. Compound data structure is again classified into linear. Linear is again classified in different sections like stack, queue and linked list. നമ്മൾ ഈ ഒരു സെക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ലീനിയർ എന്ന് പറയാം? ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ സ്ട്രക്ചർ ഒരു ലീനിയർ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു സീക്വൻസ് ആണെന്നാണ്. ഒരു ഓർഡർ, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിംഗ്, ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഡേറ്റ സ്ട്രക്ചർ ഈസ് സെറ്റ് ടു ബി ലീനിയർ. നോക്കുക, ഡേറ്റ സ്ട്രക്ചർ ഈസ് ലീനിയർ ഇഫ് ഇറ്റ്സ് എലിമെന്റ്സ് ഫോം എ സീക്വൻസ്. ഒരു സീക്വൻസ് ആയിരിക്കും, ഒരു ഓർഡറിലായിരിക്കും. നമുക്ക് ക്യൂ നിൽക്കുന്ന എക്സാമ്പിൾ നോക്കിയാൽ അറിയാം, ഒരു ഓർഡറില്ല. ഇനി നോക്കുക, നോൺ ലീനിയർ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എന്തായിരിക്കും? ഡേറ്റ സ്ട്രക്ചർ ഈസ് സെറ്റ് ടു ബി നോൺ ലീനിയർ ഇഫ് ഇറ്റ്സ് എലിമെന്റ്സ് ഡു നോട്ട് ഫോം എനി സീക്വൻസ് ഇൻ മെമ്മറി. അപ്പൊ രണ്ട് രീതിയിലും വളരെ എളുപ്പത്തിൽ എക്സാമ്പിൾ മനസ്സിലായി. അതായത് ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഫോളോ ചെയ്യുന്നു. നോൺ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻസും ഫോളോ ചെയ്യുന്നില്ല, മെമ്മറിയിൽ റാൻഡം ആയിട്ടായിരിക്കും. അതായത് എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ അറേക്കകത്ത് നമുക്കറിയാം അടുത്തടുത്ത സ്ഥലങ്ങളിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ ഈ നോൺ ലീനിയറിൻ്റെ അകത്ത് റാൻഡം ആയിട്ടായിരിക്കും. മെമ്മറിയിൽ ഒരു ഡേറ്റ ഒരിടത്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട അടുത്ത ഡേറ്റ മെമ്മറിയിൽ എവിടെയെങ്കിലും വേറൊരു സ്ഥലത്തായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്, ഈ നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സിന്റെ അകത്ത് എലിമെന്റ്സ് ആർ സ്റ്റോർഡ് ഇൻ റാൻഡം മെമ്മറി ലൊക്കേഷൻ. റാൻഡം എന്ന് പറഞ്ഞാൽ അറിയാം, അടുത്തടുത്തല്ല, ഡിഫറെന്റ് ലൊക്കേഷനിലാണ്. ആൻഡ് ദേ നീഡ് നോട്ട് ബി ആക്സസ്ഡ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ. അത് സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കത്തില്ല ആക്സസ് ചെയ്യുന്നത്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആർ മോർ കോംപ്ലക്സ്. ഏതാ നോൺ ലീനിയർ? ഈ ട്രീയും ഗ്രാഫും ഇവിടെ തന്നെ പറഞ്ഞേക്കുവാണ്. ഹെൻസ് യു വിൽ സ്റ്റഡി ദം ഇൻ ഹയർ ക്ലാസ്സസ്. നമുക്ക് പഠിക്കേണ്ടത് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. ഏതൊക്കെയാണ് നമ്മൾ ആ മൂന്ന് കൺസെപ്റ്റ് പറഞ്ഞത്? സ്റ്റാക്ക്, ക്യൂ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ഇനി നോക്കുക, ഇത് ഈ ഡേറ്റ സ്ട്രക്ചേഴ്സിന്റെ നമ്മൾ പറയുമ്പോൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ മെമ്മറി. കാരണം ഇത് ഡേറ്റ സ്റ്റോർ ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് മെമ്മറിയിലെ സ്റ്റോറേജ് സ്പേസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്.
മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചു, ഇറ്റ് ക്യാൻ ബി ഐദർ പ്രൈമറി മെമ്മറി ഓർ സെക്കൻഡറി മെമ്മറി. മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. മെമ്മറി അലോക്കേഷൻ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. സ്റ്റാറ്റിക് മെമ്മറി ലൊക്കേഷനും ഉണ്ട്, ഡൈനാമിക് മെമ്മറി അലോക്കേഷനും ഉണ്ട്. അതുപോലെ തന്നെ ഡേറ്റ സ്ട്രക്ചേഴ്സിനും രണ്ട് തരത്തിലുള്ള അലോക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ. അപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാമോ എന്താണ് സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ? നമുക്കറിയാം സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്. അപ്പൊ അതിൻ്റെ അകത്തെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഡൈനാമിക്കിന്റെ അകത്ത് നമ്മൾ റൺ ടൈമിലായിരിക്കും നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആർ അസോസിയേറ്റഡ് ഓൺലി വിത്ത് പ്രൈമറി മെമ്മറി. സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രൈമറി മെമ്മറി ആയിട്ടായിരിക്കും റിലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് റിക്വയർഡ് മെമ്മറി ഈസ് അലോക്കേറ്റഡ് ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം ആണല്ലോ, നമ്മളത് പഠിച്ചതാണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്. നമുക്ക് പ്രോഗ്രാം നമ്മൾ കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ തന്നെ, പ്രോഗ്രാം എഴുതുന്ന സമയത്ത് തന്നെ അതിൻ്റെ അകത്ത് വേണ്ടിയ കാര്യങ്ങളെ നമ്മൾ അതിൻ്റെ അകത്ത് അലോക്കേറ്റ് ചെയ്യും. ആൻഡ് ദ മെമ്മറി സ്പേസ് വിൽ ബി ഫിക്സ്ഡ് ത്രൂ ഔട്ട് ദി എക്സിക്യൂഷൻ. നമ്മൾ അറേ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഓർത്താൽ മതി. ഇൻ്റെ AR(10) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ AR എന്ന് പറയുന്ന പർട്ടിക്കുലർ അറേയിൽ 10 എലമെന്റ്സ് മാത്രമാണ്. അതിന്റെ സ്റ്റോറേജ് സൈസ് എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. അപ്പോൾ നോക്കുക, ഇതിന്റെ അകത്ത് ദാറ്റ് ഈസ് ദ സൈസ് ഓഫ് ദ ഡേറ്റ സ്ട്രക്ചർ ഈസ് സ്പെസിഫൈഡ് ഡ്യൂറിംഗ് ദ ഡിസൈൻ ആൻഡ് ഇറ്റ് കാനോട്ട് ബി ചേഞ്ച്ഡ് ലേറ്റർ. ക്ലിയർ ആണല്ലോ? സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചറിന്റെ അകത്ത് മെമ്മറി മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുകയാണ്, അത് ഫിക്സ്ഡ് ആണ്. പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുകയില്ല. ഓക്കെ, ഡേറ്റ സ്ട്രക്ചേഴ്സ് ഡിസൈൻഡ് ഓർ ഇംപ്ലിമെന്റഡ് യൂസിങ് അറേസ് ആർ സ്റ്റാറ്റിക് ഇൻ നേച്ചർ. അതാണ് ഇപ്പം പറഞ്ഞത്. നമ്മൾ അറേസ് വഴിയുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് അത് ഫിക്സ്ഡ് ആണ്. ബട്ട് ഫോർ ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചേഴ്സ് മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. നമ്മൾ പറഞ്ഞു ന്യൂ ഓപ്പറേറ്റർ ഒക്കെ വെച്ച് നമ്മൾ അവിടെ പറഞ്ഞാണ്. അതുപോലെ ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്താണ് ഈ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയും. ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മളിവിടെ പറഞ്ഞാണ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഈ കൺസെപ്റ്റ് ഒക്കെ ഡൈനാമിക് അലോക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫിക്സ്ഡ് അല്ല, മുൻകൂട്ടി പറഞ്ഞു കൊടുക്കത്തില്ല അതിന്റെ സൈസ് എത്രയാണെന്ന്. ഇവിടെ പറഞ്ഞത് സൈസ് ഓഫ് ദ കളക്ഷൻ വിൽ നോട്ട് ബി സ്പെസിഫൈഡ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി പറഞ്ഞു കൊടുക്കത്തില്ല അതിന് എത്ര സൈസ് ഉണ്ടെന്ന്, അറേ പോലെ പറഞ്ഞു കൊടുക്കത്തില്ല. റാദർ ഇറ്റ് ഗ്രോസ് ഓർ ഷ്രിങ്ക്സ്. ഈ രണ്ട് വേർഡ് നോക്കുക. ഗ്രോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈസ് നമുക്ക് കൂട്ടുകയും ചെയ്യാം. ഷ്രിങ്ക് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ അതിനെ ചുരുക്കാനും പറ്റും. അതായത് കൂട്ടാനും പറ്റും, കുറയ്ക്കാനും പറ്റും. എപ്പോഴാണ്? ഡ്യൂറിങ് റൺ ടൈം ആസ് പെർ യൂസേഴ്സ് ഡിസയർ. യൂസറിന്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഇതിന്റെ സൈസ് എന്ന് ഉദ്ദേശിക്കുന്ന മെമ്മറിയിലുള്ള അതിന്റെ അലോക്കേഷൻ സ്പേസ് നമുക്ക് ഗ്രോ ചെയ്യാം ഓർ ഷ്രിങ്ക് ചെയ്യാം. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി അപ്പൻഡ്, അത് അപ്പൻഡഡ് അല്ലെങ്കിൽ അത് അതിനോട് ആഡ് ചെയ്യാൻ പറ്റും, ഓർ അതിൽ നിന്ന് നമുക്കതിനെ കുറയ്ക്കാനും പറ്റും. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് നമ്മൾ സാധാരണ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ പ്രൈമറി മെമ്മറി ആയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഡൈനാമിക് മെമ്മറി സാധാരണ രീതിയിൽ സെക്കൻഡറി മെമ്മറി ആയിരിക്കും. അതിന്റെ അകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഫയൽസ് എന്ന ഫോമിലായിരിക്കും. ഓക്കെ, ഇനി നോക്കുക ഓപ്പറേഷൻസ് ഓൺ ഡേറ്റ സ്ട്രക്ചേഴ്സ്. ഡേറ്റ സ്ട്രക്ചേഴ്സ് വഴിയുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നാണ്. നമുക്കത് പെട്ടെന്ന് പഠിക്കാനുള്ള കൺസെപ്റ്റുകളാണ്. ഒന്ന് ട്രാവേഴ്സിങ്, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് അറേക്കകത്ത്. ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അറേ ഉണ്ട്, അറേക്കകത്ത് എല്ലാ എലമെന്റിനെയും നമ്മൾ വിസിറ്റ് ചെയ്യുക, അതിനെയാണ് ട്രാവേഴ്സിങ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് AR(10) എന്ന് പറയുന്ന അറേക്കകത്ത് 0 തൊട്ട് 9 വരെയുള്ള ഇൻഡെക്സ് ഉണ്ട്. അതിനകത്ത് 0 തൊട്ടുള്ള 9 വരെയുള്ള എല്ലാ എലമെന്റും നമ്മൾ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യണം. നമുക്കറിയാം അറേയുടെ സമ്മ് കാണുന്ന ട്രാവേഴ്സിങ്ങിന്റെ എക്സാമ്പിൾ, കാരണം സമ്മ് കാണണമെങ്കിൽ അറേയിലെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യണം. But traversing is an operation in which each element of a data structure is visited. ഓക്കെ, അപ്പൊ നമ്മൾ അത് നമ്മൾ പഠിച്ചതാണ്. നമുക്ക് എന്താണ് ട്രാവേഴ്സിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത സെർച്ചിങ്. സെർച്ചിങ് എന്താണെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ സാധാരണ മലയാളത്തിൽ പറയുന്ന പോലെ ഒരു എലമെന്റ് കണ്ടുപിടിക്കുക. പക്ഷെ നമുക്ക് ഒരു അറേക്കകത്ത് നമുക്കൊരു എലമെന്റ് കണ്ടുപിടിക്കുക മാത്രമല്ല, എലമെന്റ് സൈസും വേണം, അതിന്റെ സ്ഥലവും അതിന്റെ ലൊക്കേഷനും വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം സെർച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ലൊക്കേഷൻ ഓഫ് എ പർട്ടിക്കുലർ എലമെന്റ് ഇൻ എ ഡേറ്റ സ്ട്രക്ചർ. ഉദാഹരണത്തിന് 5 എന്ന് പറയുന്ന എലമെന്റ് അറേയിലെ എത്രാമത്തെ പൊസിഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നോക്കാം, നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതിന് ചില കണ്ടീഷൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഉദാഹരണത്തിന് മാർക്ക് 25-ന് മേലെയുള്ള എല്ലാ എലമെന്റ്സും കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് 25-ന് മേലെയുള്ള, അപ്പൊ കണ്ടീഷൻ 25-ന് മുകളിലുള്ള
എലിമെന്റ്സ് കണ്ടുപിടിക്കാൻ. ചില കണ്ടീഷനെ ആസ്പദമായി, ഇപ്പൊ ഒന്നോ ഒന്നിലധികം കണ്ടീഷനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഈ പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻസേർട്ടിങ്. ഇൻസേർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ഡാറ്റ സ്ട്രക്ചറിന്റെ അകത്ത് ഒരു പുതിയ എലമെന്റിനെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന എവിടെയാണ്? ഫസ്റ്റിലാണോ ലാസ്റ്റിലാണോ ഇടയ്ക്കാണോ? എവിടെയാണ് ആഡ് ചെയ്യുന്നത്? അത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ സ്ട്രക്ചറിനെ ആശ്രയിച്ചിരിക്കും അല്ലെ. നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞ ഈ എക്സാമ്പിളിന്റെ അകത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ മൂന്നാമത്തെ സ്പേസ് ഫ്രീ ആണെങ്കിൽ അവിടെ ആഡ് ചെയ്യാം, ഫസ്റ്റ് ഫ്രീ ആണെങ്കിൽ അവിടെ ആഡ് ചെയ്യാം, ഇവിടെ ലാസ്റ്റ് ആണെങ്കിലും ആഡ് ചെയ്യാം. ഇവിടെ ഈ കേസിന്റെ അകത്ത് ആഡ് ചെയ്യുന്ന എപ്പോഴും ടോപ്പിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ക്യൂവിന്റെ അകത്ത് ആഡ് ചെയ്യുന്ന എപ്പോഴും റിയറിൽ അല്ലെങ്കിൽ ഏറ്റവും അവസാനം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ സ്ട്രക്ചർ അനുസരിച്ചാണ് ഇൻസേർഷൻ നടക്കുന്നത്. ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ആഡിങ് ന്യൂ എലമെന്റ്സ് ഇൻടു എ പർട്ടിക്കുലർ പ്ലേസ് ഇൻ എ ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ അപ്പോൾ ആഡ് ചെയ്യേണ്ട ഏതാണോ അതിന്റെ പൊസിഷൻ, പുതിയ എലിമെന്റ് ആഡ് ചെയ്യുന്ന ഏത് പൊസിഷനിലാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, എന്നിട്ട് ഇൻസേർഷൻ നടത്തണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൊസിഷൻ മേ നീഡ് ടു ബി ഐഡന്റിഫൈഡ് ഫസ്റ്റ് ആൻഡ് ദെൻ ദി ഇൻസേർഷൻ ഈസ് ടു ബി ഡൺ. ഡിലീറ്റിംഗ് അടുത്തത്. എന്താണ് ഡിലീറ്റിംഗ്? നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ അവിടുന്ന് റിമൂവ് ചെയ്യുകയാണ്. അവിടുന്ന് ആ ഡാറ്റ, വേണ്ടാത്ത ഡാറ്റയെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കളയുകയാണ്. അതിനെയാണ് ഡിലീറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പർട്ടിക്കുലർ എലമെന്റ് ഈസ് റിമൂവ് ഫ്രം ദ ഡാറ്റ സ്ട്രക്ചർ. ഒരു ഡാറ്റ സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എലമെന്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന അതും ഇതുപോലെ തന്നെ അതിന്റെ പൊസിഷൻ പറഞ്ഞു കൊടുക്കും. ആ പൊസിഷന്റെ അകത്തെ ആ പൊസിഷനിലുള്ള എലമെന്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ എലമെന്റ് തന്നെ പറഞ്ഞു കൊടുക്കും. അത് നോക്കുക. ഡിലീഷൻ ഈസ് പെർഫോംഡ് ബൈ മെൻഷനിങ് ഐദർ ദി എലമെന്റ്. ഉദാഹരണത്തിന് 25, അറേയിൽ 25 എന്ന് പറഞ്ഞ എലമെന്റ് സ്റ്റോർ ഡിലീറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ അറേയിലെ AR5 എന്ന് പറയുന്ന പൊസിഷനിലെ എലമെന്റ് ഡിലീറ്റ് ചെയ്യാൻ പറയാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിലീഷൻ ഈസ് പെർഫോംഡ് ബൈ ഐദർ മെൻഷനിങ് ദി എലമെന്റ്സ് ഇറ്റ്സെൽഫ് ഓർ ബൈ സ്പെസിഫൈങ് ഇറ്റ്സ് പൊസിഷൻ. നെക്സ്റ്റ് വൺ സോർട്ടിങ്. സോർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ ഈ ഡാറ്റ സ്ട്രക്ചറിന്റെ അകത്തെ എലമെന്റ്സിനെ അടുക്കുക. രണ്ട് പ്രധാനപ്പെട്ട സോർട്ടിംഗ് ടെക്നിക്സ് ഉണ്ട്. അത് നമുക്കറിയാം, അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും. ചെറുതിൽ നിന്ന് വലുതിലേക്കും വലുതിൽ നിന്ന് ചെറുതിലേക്കും അങ്ങനെ അടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് സോർട്ടിംഗ് ടെക്നിക്സ് ബബിൾ സോർട്ടും സെലക്ഷൻ സോർട്ടും ആണ്. അതെന്താണെന്ന് നമ്മൾ പഠിക്കും. സോർട്ടിംഗ് ഓഫ് എലമെന്റ്സ് ഇൻ ഡാറ്റ സ്ട്രക്ചർ മേക്സ് സെർച്ചിങ് ഫാസ്റ്റർ. നമുക്കറിയാം സോർട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് സെർച്ചിങ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പം സോർട്ടിംഗ് എന്താണ്? ഇറ്റ് ഈസ് ദ വേ ഓഫ് അറേഞ്ചിങ് elements. It is technique of arranging the elements in a specified order. ആ ഓർഡർ either it can be ascending or descending. Merging എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻ ചെയ്യുക എന്ന. രണ്ട് വ്യത്യസ്ത സോർട്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ സ്ട്രക്ചറിനെ നമുക്ക് ഒന്നിപ്പിക്കാൻ പറ്റും. നമ്മൾ സാധാരണ രീതിയിൽ ഒന്നിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഉദാഹരണത്തിന് രണ്ട് അറേസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ രണ്ട് അറേ ഒന്നിപ്പിക്കണം. നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു അറേയും കൂടെ വേണം. മൂന്നാമതൊരു അറേ വേണമല്ലോ ഇതിനെ ഒന്നിപ്പിക്കുന്ന എലമെന്റ്സ് വെക്കാൻ വേണ്ടി. അപ്പോൾ മൂന്നാമത്തെ അറേക്കകത്ത് നമ്മൾ ആദ്യത്തെ അറേയിലെ എലമെന്റ്സിനെ അതുപോലെ കൊണ്ടുവെക്കുക. ഓക്കെ, എന്നിട്ട് ബാക്കി പൊസിഷനിൽ രണ്ടാമത്തെ അറേയിലെ എലമെന്റ്സിനെ വെക്കുക. അതായത് രണ്ടും കൂടെ തമ്മിൽ അവിടെ കൺകാറ്റിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടും കൂടെ തമ്മിൽ അവിടെ കമ്പൈൻ ചെയ്യുക. നമുക്കൊരു എം ടി അറേ കാണും. എം ടി അറേയിലേക്ക് ആദ്യത്തെ അറേയിലെ എലമെന്റ്സ് ആഡ് ചെയ്തിട്ട് രണ്ടാമത്തെ എലമെന്റ്സ് അതിനോട് അപ്പൻഡ് ചെയ്യുക എന്ന് പറയും, അതായത് ആഡ് ചെയ്യുക. അപ്പോൾ എന്താണ് മെർജിങ്? ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് എലമെന്റ്സ് ഓഫ് ടു സോർട്ടഡ് അറേ സ്ട്രക്ചേഴ്സ് ടു ഫോം എ ന്യൂ വൺ. സോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി. നമ്മളെ ഒരു ക്ലാസിന്റെ അകത്ത് നമ്മൾ കമ്പൈൻ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്ലാസ്, ഉദാഹരണത്തിന് എ ബി കൂടെയാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ എയിലെ കമ്പൈൻ ചെയ്യേണ്ട സ്റ്റുഡൻസിനെ പുതിയൊരു ക്ലാസ്സിൽ ഇരുത്തി, സിയിൽ ഇരുത്തി, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ബിയിലെ സ്റ്റുഡൻസിനെ കൂടെ കൊണ്ടിരുത്തി. അപ്പോൾ രണ്ടും കൂടെ മെർജ് ചെയ്തു, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു. അപ്പോൾ ഇതാണ് മെർജിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കുക, നമ്മൾ ഒരു ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്ത് നമ്മൾ ഈ ഇത്രയും ഓപ്പറേഷൻസ്, ഏതൊക്കെ ഓപ്പറേഷൻസാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ അതിൻ്റെ അകത്ത് പഠിച്ചത് ഫസ്റ്റ് വൺ ട്രാവേഴ്സലാണ്, വിസിറ്റിംഗ് ഓൾ ദി എലിമെന്റ്സ് ഓഫ് എ ഡാറ്റ സ്ട്രക്ചർ. സെർച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എലമെന്റ് അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക. ഇൻസേർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡാറ്റയെ ഇൻസേർട്ട് ചെയ്യുക. അത് ഡാറ്റ സ്ട്രക്ചറിനെ ആസ്പദമാക്കിയായിരിക്കും ഇൻസേർഷൻ. അത് ഫസ്റ്റ് ആഡ് ചെയ്യാം, ലാസ്റ്റിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ എവിടെ വേണേലും ആഡ് ചെയ്യാം. ഡിലീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എലമെന്റ് ഡിലീറ്റ് ചെയ്യുക. അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ആ എലമെന്റ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ പറഞ്ഞു കൊടുക്കുക. സോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്തെ എലമെന്റ്സിനെ ഒരു സ്പെസിഫൈഡ് ഓർഡർ അല്ലെങ്കിൽ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ
അതിനെ അടുക്കുക എന്നുള്ളതാണ്. മെർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സോർട്ടഡ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്തെ എലമെന്റ്സിനെ കമ്പൈൻ ചെയ്യുക, ഒരു പുതിയ ഒരു empty ഡാറ്റ സ്ട്രക്ചറിലേക്ക് അതിനെ കമ്പൈൻ ചെയ്യുക. ഇതിൻ്റെ അകത്ത് searching, sorting and merging are three related operations which make the job of retrieval of data from the storage devices easier, faster and efficient. ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? SSM എന്ന് പറയാം. Searching, sorting and merging are three related operations which make the job of retrieval of data from the storage device easier, faster and efficient. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വാട്ട് ഈസ് ഡാറ്റ സ്ട്രക്ചർ, അതിന്റെ ഡെഫിനിഷൻ ഓർത്തോണം. ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു, ഡാറ്റ സ്ട്രക്ചറിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. നമുക്ക് ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് തുടങ്ങാം. particular way of organizing similar or dissimilar logically related data items which can be processed as a single unit. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഡാറ്റ സ്ട്രക്ചറിനെ പ്രധാനമായിട്ടും രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട്. സിമ്പിളിനകത്ത് നമ്മൾ പഠിച്ച അറേസ് ആൻഡ് സ്ട്രക്ചർ. കോമ്പൗണ്ടിനെ രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻഷ്യൽ ആണ്, നോൺ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻഷ്യൽ അല്ല. സീക്വൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു സീക്വൻസ് കാണും, ഇത് പ്രൈമറി മെമ്മറി ആയിട്ടായിരിക്കും ഇത് കൺസേൺഡ് ആയിട്ടുള്ളത്. നോൺ ലീനിയർ കുറച്ചും കൂടെ റാൻഡം ആയിട്ടായിരിക്കും എലമെന്റ്സ് കിടക്കുന്നത്, അത് നമുക്ക് ഇപ്പം പഠിക്കേണ്ടതായിട്ടില്ല. ഇപ്പം ലീനിയറിൻ്റെ അകത്ത് സ്റ്റാക്ക്, ക്യൂവ്, ലിങ്ക് ലിസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഡാറ്റ സ്ട്രക്ചർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന, ഇനിയും സ്റ്റാറ്റിക്കും ഡൈനാമിക്കും അത് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ഓപ്പറേഷൻസ് ഓൺ ഡാറ്റ സ്ട്രക്ചർ, അതിൻ്റെ അകത്ത് നമ്മൾ ട്രാവേഴ്സിങ് പറഞ്ഞു, സെർച്ചിങ്, ഇൻസേർട്ടിങ്, ഡിലീറ്റിംഗ്, സോർട്ടിങ് ആൻഡ് മെർജിങ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റാക്ക് എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റ് പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.